when discussing about the factors which affect the shape of the DTA plot or thermogram in differential thermal analysis. നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് കണ്ടു. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലേ, ഇൻസ്ട്രുമെന്റൽ ഫാക്ടേഴ്സ് ആൻഡ് സാമ്പിൾ ഫാക്ടേഴ്സ്. അതിനെപ്പറ്റി പറയുമ്പോൾ നിർത്തിയാൽ സാമ്പിൾ. You can see that with the നമ്മളെ തുടക്കത്തിൽ ഇന്നലെ അവസാനം പറഞ്ഞു കഴിഞ്ഞു, ദ പാർട്ടിക്കിൾ സൈസ് and the quantity and the method of formation of the sample, all these things affect the shape either lightly or in a greater extent of the thermogram. ചില കേസിൽ എഫക്റ്റ് വളരെ കുറവായിരിക്കും, ചില കേസിൽ കുറച്ച് കൂടുതലായിരിക്കും മാത്രമേ ഉള്ളൂ. For example, the particle size, you can first of all the quantity of the sample that is usually used in DTA apparatus is a very small, around 100 milligram or less, or 50 milligram, something like that, very very small quantity. Even 10 milligram can be used. ഒരു എക്സ്പെരിമെന്റിന്റെ നേച്ചർ അനുസരിച്ച് 10 മുതൽ 100 വരെ മില്ലിഗ്രാം സാമ്പിൾ മാത്രമേ ഉപയോഗിക്കൂ. അത് പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ, you can see that if the size of the particle is less, it will give better results. But you can see that both the position of the peak will be shifted to, you can see that a lower temperature. Position of the peak is shifted to a somewhat lower temperature if the particle size is small. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും രണ്ടും, റിയാക്ഷൻ തുടങ്ങുന്ന സമയവും അവസാനിക്കുന്ന സമയവും രണ്ടും കുറച്ചുകൂടി നേരത്തെ ആയിരിക്കും if the size of the particle is less. And of course the area under the curve, this area will depend on the quantity of the substance. യാതൊരു സംശയമില്ല, കുറച്ച് സാമ്പിൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവോൾവ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ പീക്കിന്റെ സൈസ് കുറവായിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ്, the larger the quantity of substance the sample used, the larger will be the area of the peak. And of course the method of formation. പലപ്പോഴും ഒരു സാമ്പിൾ ഉണ്ടാക്കിയത്, for example, if the sample has been prepared by quenching എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തണുപ്പിച്ചിട്ടുണ്ടാക്കുന്ന സാമ്പിൾ ഒക്കെ ആണെങ്കിൽ, ഇൻസൈഡ് ദി ക്രിസ്റ്റൽ there will be high energy areas. അപ്പോൾ ക്രിസ്റ്റലിന്റെ ഉള്ളിൽ ചിലപ്പോൾ ട്രാപ്പ് ചെയ്തിട്ടുണ്ടാവും, വളരെ ഹൈ എനർജി ഏരിയസ് ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് ഹീറ്റ് ചെയ്യുമ്പോൾ എനർജി പുറത്തേക്ക് വരും. സോ ഈ such a sample which is പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട്, ഒരു സാമ്പിളിന്റെ ക്രിസ്റ്റലിന്റെ ഉള്ളിൽ, പാർട്ടിക്കിളിന്റെ ഉള്ളിൽ, ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി സ്മോൾ, അതിനുള്ളിൽ എനർജി കൂടിയ ചില ഭാഗങ്ങൾ ഉണ്ടാവും. If the sample is prepared by a quenching technique, പെട്ടെന്ന് കൂടിയിട്ടൊക്കെ സാമ്പിൾ ഉണ്ടാക്കുന്ന ചില കേസിലൊക്കെ quench ചെയ്യുമ്പോൾ അതിനുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടും ഹൈ എനർജി ഏരിയസ് or regions, high energy regions inside the crystal, and the energy will be released at some instant if it is heated. അപ്പോൾ അതിലത്തെ DTA നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോഴേ ഏതെങ്കിലും ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു എവല്യൂഷൻ ഓഫ് ഹീറ്റ് കാണും. That is not characteristic of the sample. ആ സാമ്പിളിന്റെ സ്വഭാവമല്ല, അത് ഉണ്ടാക്കപ്പെടുന്ന കുഴപ്പമാണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ആ സാമ്പിൾ നമ്മൾ TGL പഠിച്ചിട്ടുണ്ട്, പ്രീ ഹിസ്റ്ററി ഓഫ് ദി സാമ്പിൾ എന്ന് പഠിച്ചിട്ടുണ്ട്. സാമ്പിൾ എവിടെ നിന്ന് ഉണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, അതനുസരിച്ചിട്ട് തെർമോഗ്രാമിന്റെ കനാൻസിന്റെ ഷേപ്പിൽ ചെറിയ വ്യത്യാസം വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും അത് വരാൻ സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. If the sample has been prepared by a quenching technique, regions of high energy will be trapped inside the crystal, and this extra energy will be released at some point on heating the sample. So if the temperature DTA curve, we can see that correct ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോൾ അവിചാരിതമായിട്ട് എക്സോതെർമിക് പീക്ക് കാണും. അത് ഈ സാമ്പിളായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ആ സാമ്പിളിന്റെ കെമിക്കൽ നേച്ചറിനനുസരിച്ചല്ല, അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്ന ഒരു ഫിനോമിനാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. മനസ്സിലായി? അപ്പൊ അതുപോലെ അതിന്റെ സാമ്പിളിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, സാമ്പിളിന്റെ ക്വാണ്ടിറ്റി, സാമ്പിളിന്റെ പാർട്ടിക്കിൾ സൈസ്, പാക്കിംഗ് ഡെൻസിറ്റി. ലൂസ്ലി പാക്ഡ് സാമ്പിൾസ് വിൽ ഗിവ് ബെറ്റർ റിസൾട്ട്സ്. ടൈറ്റ്ലി പാക്ഡ് അത് കുറച്ചുണ്ടെങ്കിലും ആ സാമ്പിൾ ഫോൾഡറിലെ ക്രൂസിബിളിൽ നമ്മൾ ഈ സാമ്പിൾ നന്നായി ടൈറ്റായിട്ട് ബേക്ക് ചെയ്ത് നോക്കുന്നത്, ലൂസായിട്ട് ബേക്ക് ചെയ്ത് നോക്കുന്ന രണ്ട് വിധത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ അതിന്റെ ഈ പറഞ്ഞ DTA പ്ലോട്ടിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ factors which affect the shape of the thermogram in differential thermal analysis. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, the DTA gives much more information about the sample compared to the thermogrammetric analysis.
അല്ലേ? ശരിയല്ലേ? തെർമോഗ്രാമിക് കിട്ടുന്നതിനേക്കാൾ ഒരു കാരണം തെർമോഗ്രാമിക് കണൻസ് ഓൺലി വി ഗെറ്റ് എ സിഗ്നൽ ഫോർ എ വെയിറ്റ് ലോസ് ഫോർ എ വെയിറ്റ് ഗെയിൻ, ഒരു വെയിറ്റ് ചേഞ്ച് എന്ന് പറയാം. വെയിറ്റ് ഗെയിനോ ലോസോ ഉണ്ടായാൽ മാത്രമേ ഒരു പീക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു സിഗ്നൽ കിട്ടുകയുള്ളൂ. ഇവിടെ അതല്ല, ഇവിടെ എന്ത് റിയാക്ഷൻ ആയാലും, എന്ത് കെമിക്കൽ റിയാക്ഷൻ ആയാലും, എന്ത് ഫിസിക്കൽ ചേഞ്ച് ആയാലും that will be followed by a signal in the DTA plot. So more signals we can say are obtained in the DTA, or more information about the sample is obtained from DTA, and we can see that it is applied in many fields. For example, in the physical chemistry we can see that it is applied to find out the heat of reaction. The particular reaction that delta H can be calculated because we can see that the amount of quantity of heat absorbed or heat released will be proportional to the quantity of the sample taken. You can see that the heat of reaction will be delta H can be obtained from the area under the curve multiplied by a proportionality constant divided by the number of moles of the substance taken. ഒരു പ്രത്യേക റിയാക്ഷന്റെ ഡെൽറ്റ എച്ച്, that is a enthalpy of the reaction, that is heat absorbed or evolved in the reaction, is given by a proportionality constant K or a calibration constant. We can say for explain the A is the area of the area under the peak and N0 is the number of moles of the substance. നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് ഈ പേക്കിന്റെ ഏരിയ കൂടുന്നതാണ്. കൂടുതൽ എന്തുകൊണ്ടാണ്? കൂടുതൽ ഹീറ്റ് വളരെ കൂടുതൽ ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് എത്ര മോൾസ് എടുക്കുന്നു? ഒരു മോൾ എടുത്തു കഴിഞ്ഞാൽ can see that yes we can see that it is Ka will be delta H, that is the area multiplied by a particular constant. ആ കോൺസ്റ്റന്റ് മാറുന്നില്ല. that is a calibration constant for that instrument. അത് മനസ്സിലായല്ലോ? അപ്പോൾ ഏരിയ അണ്ടർ ഒരു പീക്ക് ഒരു റിയാക്ഷന്റെ ഇപ്പൊ ഈ റിയാക്ഷൻ ഇതിപ്പോ ഒരു എന്താണ് ഫ്യൂഷൻ ആണെന്ന് വിചാരിച്ചോ, അതിന്റെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ അണ്ടർ ദി പീക്ക് എത്രയാണോ അതിനാ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഹരിച്ചിട്ട് ഈ ഇൻസ്ട്രുമെന്റിന്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ഡെൽറ്റ എച്ച് വാല്യൂ. അപ്രോക്സിമേറ്റ്ലി എക്സാക്ട്ലി ആവില്ല, എന്നാലും ഏകദേശം കറക്റ്റ് ആയ വാല്യൂ നമുക്ക് കിട്ടും ഇതില് ഫ്രം ദി ഏരിയ അണ്ടർ ദി കർവ്. ഹീറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. Thermal diffusibility of the sample. Of a particular substance can be measured from the DTA. അത് ഇതുപോലെയല്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. തെർമൽ ഡിഫ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാമ്പിളിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഹീറ്റ് എത്താൻ വേണ്ട സമയം നമ്മൾ തെർമൽ ഡിഫ്യൂസ് how the heat diffuses through the sample. തെർമൽ കണ്ടക്ടിവിറ്റി പോലെയാണ് ഏകദേശം. മനസ്സിലായില്ലേ? എത്ര ചില സാമ്പിളിൽ വളരെ എളുപ്പത്തിൽ ഹീറ്റ് പാസ് ചെയ്യും, വളരെ നമുക്കറിയാം സ്ലോ ആയിട്ട് പാസ് ചെയ്യും. ഇത് മെഷർ ചെയ്യാൻ ആകെ ചെയ്യേണ്ടത് എന്താണ്? ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നറിൽ സാമ്പിൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഇതിന്റെ സെന്റർ അതിന്റെ സെന്ററിൽ ഒരു തെർമോകപ്പിൾ ഉണ്ടാവും. മെഷർ ദി ടെമ്പറേച്ചർ ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് ഹീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഹീറ്റിംഗ് ഇവിടുന്ന് തുടങ്ങുന്നത് അത് ഇവിടുത്തേക്ക് എത്താൻ വേണ്ട സമയം. മനസ്സിലായില്ലേ? ആൻഡ് ഇഫ് യു മെഷർ ദി ടെമ്പറേച്ചർ ഹിയർ ആൻഡ് ഹിയർ യു കാൻ സേ ദേർ ഈസ് എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഒരേ സാമ്പിളിന്റെ അവിടെ റെഫറൻസിൽ ശ്രദ്ധിക്കുക. ആ സാമ്പിളിന്റെ രണ്ട് ഭാഗങ്ങളിൽ രണ്ട് തെർമോകപ്പിൾ വെച്ചിട്ട് രണ്ട് ഭാഗത്തുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എത്ര സമയം കൊണ്ടാണ് അവിടെ ഹീറ്റ് ഡിഫ്യൂസ് ചെയ്യുന്നത്. The smaller the heat thermal diffusibility of the sample, the greater will be the difference in temperature between these two regions. രണ്ട് റീജിയൻസിന്റെ ടെമ്പറേച്ചർ അതിന്റെ ഔട്ടർമോസ്റ്റ് ഏരിയയിലുള്ള ഇവിടെ തെർമോകപ്പിൾ ഇവിടെ ഉണ്ടാവും, തെർമോകപ്പിൾ ഇവിടെ ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് an idea about the thermal diffusibility. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഫിസിക്കൽ എക്സ്പെരിമെന്റ് വേറെ സ്പെസിഫിക് ഹീറ്റ് മെഷർമെന്റ്സിൽ ഉപയോഗിക്കും. സ്പെസിഫിക് ഹീറ്റ് in the example in the specific that is the quantity of energy or the heat that is being supplied to increase the temperature of a unit mass of the substance through 1 degree Celsius. 36 ഡിഗ്രി 37 ആവാം 37 38 ആവാം എത്ര മാത്രം ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യണം. അതിനാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ മെഷർമെന്റിൽ ഉപയോഗിക്കുന്നത്. അതൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ നമ്മളിപ്പോൾ പറയുന്ന സാമ്പിൾ റെഫറൻസ് വെച്ചിട്ടുള്ള that instrument can be used for measurement of specific heat measurement. Heat of reaction can be measured, calculated, for thermal diffusibility of a sample can be ascertained. And of course we can see that it is used for what is called a fingerprinting or characterization of a compounds. ഒരു കോമ്പൗണ്ടിന്റെ characterization.
ഫിംഗർ പ്രിന്റിംഗ് IR പഠിച്ചില്ല, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി പഠിച്ചില്ല ഫിംഗർ പ്രിന്റിംഗ്. എസ്പെഷ്യലി ഈ കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ലൈക്ക് ക്ലേ. ഒരു ക്ലേ സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഹെട്രോജീനിയസ് സബ്സ്റ്റൻസ് ആണ്, പല പല കമ്പോണൻസ് വരുന്നുണ്ടാവും. അതിന്റെ DTA plot എടുത്ത് thermogram അല്ല DTA plot it will consist of a large number of exothermic and endothermic peaks, like just like the IR spectrum we can see a large number of endothermic and exothermic peaks, and by a peak comparison we can have an idea about the say sample. ഈ സാമ്പിൾ ഈ പറഞ്ഞ ക്ലേ എന്ന് പറഞ്ഞാൽ സെറാമിക് ഇൻഡസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് ആയ സബ്സ്റ്റൻസ് ആണ് ക്ലേ. സെറാമിക്സ് ഇപ്പൊ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ഫീൽഡാണ്. അപ്പൊ സെറാമിക്കിൽ ഉപയോഗിക്കുന്ന ഒരു റോ മെറ്റീരിയൽ ആണ് ക്ലേ എന്ന് പറഞ്ഞാൽ. ഈ ക്ലേയുടെ ക്വാളിറ്റി അസർട്ടൈൻ ചെയ്യാൻ നമ്മൾ പലപ്പോഴും DTA ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ DTA എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫിംഗർ പ്രിന്റിംഗ് ഈ ക്ലേ ഏകദേശം ഇതുപോലെയാണ്, അല്ല അതുപോലെയാണ്, അതുപോലെയാണ്, ഇതിലുള്ള ഇത്ര വ്യത്യാസമുണ്ട് എന്നൊക്കെ അസർട്ടൈൻ ചെയ്യാൻ ഇതിന്റെ ഒരുപാട് വീക്കുകൾ ഉണ്ടാവും. ഇതിന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ദി അതിലൊക്കെ കമ്പോണൻസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഫിംഗർ പ്രിന്റിംഗ്. Identify a sample from another sample, okay? And to check the purity of samples, നമ്മള് thermography പറഞ്ഞ പോലെ purity of the sample can also be ascertained from the DTA plot. Differential thermal analysis can give an idea about the purity of the sample. ഒരു സാമ്പിളിൽ വേറെ എന്തെങ്കിലും impurity ഉണ്ടെങ്കിൽ അതിനെ എന്താ ആ പ്രത്യേക സ്ഥലത്ത് ഇവിടെ ഇപ്പൊ ഇതേപോലെ ഒരു സാമ്പിളിന്റെ DTA പ്ലോട്ട് ആണെങ്കിൽ വേറൊരു സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയുണ്ട് ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ യു കെൻ സീ ദാറ്റ് ഈ രണ്ട് പീക്കുകൾ ഇവിടെ ഇല്ലാത്ത രണ്ട് പീക്കുകളാണ്. അപ്പൊ എന്താണ് അർത്ഥം? ഈ സാമ്പിളിൽ ഇല്ലാത്ത എന്തോ ഒരു കമ്പോണന്റ് ആ സാമ്പിളിൽ ഇമ്പ്യൂരിറ്റി ആണ്. അതുകൊണ്ടാണ് ചെറിയ പീക്ക് കിട്ടുന്നത്. ബിക്കോസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇൻവോൾവ്ഡ് ഈസ് വെരി സ്മോൾ, ബിക്കോസ് ദ ഇമ്പ്യൂരിറ്റി ദ പ്രൊപ്പോർഷൻ ഓഫ് ഇമ്പ്യൂരിറ്റി ഇൻ ദ സാമ്പിൾ ഈസ് സ്മോൾ. ഇപ്പൊ സാമ്പിൾ ഇമ്പ്യൂരിറ്റി ഉണ്ടോ അത്രത്തോളം എന്നൊക്കെ മനസ്സിലാക്കാൻ ഇതുപോലെ ടെക്നിക് ചെക്ക് ദി പ്യൂരിറ്റി ഓഫ് ദി സാമ്പിൾസ്. മനസ്സിലായോ? ഇതേപോലെ ഓർഗാനിക് കോമ്പൗണ്ട് അനാലിസിൽ, ഡ്രഗ് അനാലിസിസിൽ, in the analysis of cement, quality control of cement, all other such materials, the DTA is used for this type of studies. മനസ്സിലാവുന്നത് ഒരുപാട് സാധനങ്ങൾ ക്വാളിറ്റി അസർട്ടൈൻ ചെയ്യാനും അതിന്റെ യൂസ് അസർട്ടൈൻ ചെയ്യാനും അതിന്റെ എത്രത്തോളം യൂസ്ഫുൾ ആണ്, എന്തൊക്കെ ഇമ്പ്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ സ്വഭാവങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാനും DTA ഉപയോഗിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, ഇനി അത് ബന്ധപ്പെട്ട് വളരെ ചെറിയൊരു കാര്യം, ഒരു ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി, DSC എന്ന് പറയും. ഡി ഫോർ ഡിഫറൻഷ്യൽ, S for scanning and C for calorimetry. Differential calorimetry illa calorimetry, differential scanning calorimetry. This is a technique very similar to DTA. In DTA and very point varade parayapettu idane. What are main, suppose so what are the main difference between TG and DTA? TG and DTA thamil pradhanapetta vyathyasam endana? In TGA, the weight loss is recorded as a function of temperature. In DTA, the difference in temperature delta T between the sample and the thermal inert reference material is plotted as a function of temperature. Okay? The thermogram in the case of TGA will consist of a series of horizontal portions and a series of curved portions, whereas the thermogram in the case of DTA will consist of a few as exothermic and അതുപോലെ വ്യത്യാസം. വേണ്ടി പറയുന്നതല്ല, ഒന്നാമത്തെ വ്യത്യാസം പറഞ്ഞാൽ thermogram, in thermogrammetric analysis the loss of weight or weight change is measured or plotted as a function of time or temperature. Difference in weight or change in weight usually decrease, and in very few cases increase. Okay, and whereas in DTA the delta T or the difference in temperature between the sample and a thermal inert reference is plotted as a function of a time or temperature. രണ്ടാമത്തേത്, the TGA, the thermogram will consist of a series of horizontal portions and a corresponding number of sloping or slanting portions or curved portions, whereas in DTA the plot is certainly different. It consists of a few upward and downward peaks, so exothermic and endothermic peak.
Okay. In TGA, the instrument used is called the thermobalance, and in DTA is called the DTA apparatus. And nowadays these two are obtained. ഇപ്പോൾ കിട്ടുന്ന ഇൻസ്ട്രുമെന്റ് രണ്ടും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. TGA DTA ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് കിട്ടും. മുമ്പ് കാലത്ത് TGA ഇൻസ്ട്രുമെന്റ് അതിന്റെ തെർമോബാലൻസ് എന്ന് പറയും. DTA വേറെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് DTA apparatus എന്നാ പറയുന്നത്. Okay. And in TGA we can use as somewhat larger quantities of sample are used, whereas in DTA the quantity of substance used is smaller. 10, 20, 30 milligram ഉപയോഗിക്കും, മറ്റടുത്ത് 200 milligram ഉപയോഗിക്കുന്നുണ്ട്. TGA ഉപയോഗിക്കുന്ന അപേക്ഷിച്ച് DTA ഉള്ളത് കുറവാണ്. And you can see TGA is less quantitative compared to DTA, and TGA gives less information compared to DTA. In TGA only a signal is obtained for a mass change, whereas in DTA for every change either physical or chemical is followed by a signal in DTA. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. In TGA we cannot observe phase transitions. Phase transition ഒന്നും പറ്റില്ല, കാരണം എന്താണ്, അതിന്റെ മാസ് ചേഞ്ച് ആണ്, മറ്റേ ആ മെൽറ്റിംഗ് എല്ലാം വരും. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട് TGAയും DTA തമ്മിൽ. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ്, വാട്ട് ആർ എ ഫ്യൂ ഡിഫറൻസസ് ബിറ്റ്വീൻ TGA and DTA ഇതൊക്കെ പറയാൻ പറ്റും നമുക്ക് അത്രയും. Okay, now coming to differential scanning calorimetry, I have just said that it is a technique which is very similar to the DTA. DTA ചെയ്യുന്ന പോലെ we have a sample and we have a reference. Sample ഉണ്ട്, reference ഉണ്ട്. And it is heated at a predetermined stage. Rate, ശരിയുള്ള rate, predetermined rate ചൂടാക്കുകയാണ്. Temperature measure ചെയ്യുന്നില്ല, അതിന് പകരം in this, that is in differential scanning calorimetry, the temperature of the sample and the temperature of the reference is maintained the same. Or we can say that the difference in temperature of the sample and reference always maintained 0. അതെങ്ങനെയാണ്? സാമ്പിളും നമ്മൾ നേരത്തെ DTA കണ്ട പോലെ സാമ്പിളും റെഫറൻസ് ഒന്നിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ സാമ്പിളിന്റെ റെഫറൻസ് ടെമ്പറേച്ചർ ഒരേപോലെ കൂടാം, പക്ഷെങ്കിൽ റെഫറൻസ് സാമ്പിളിൽ എന്തൊക്കെ ഒരു ചേഞ്ച് വരുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ ഒന്നിക്കൽ പുറകോട്ടോ അല്ലെങ്കിൽ മുമ്പോട്ടോ പോകും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പുറകോട്ടോ മുമ്പോട്ടോ പോകുമ്പോൾ പോകാൻ അനുവദിക്കാതെ മറ്റേ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടോ വീക്ക് ആയിട്ടോ ചൂടാക്കും. ഒന്നിക്ക് ഇതിനെ സ്ട്രോങ് ആക്കോ അല്ലെങ്കിൽ സ്ട്രോങ് ആക്കോ, അത് മനസ്സിലുണ്ടോ? സപ്പോസ് ദർ ഇസ് ആൻ എക്സോതെർമിക് ചേഞ്ച് ഇൻ ദി സാമ്പിൾ. അപ്പൊ എന്താണ്, ഇവിടെ ഹീറ്റ് ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടും. അപ്പോൾ ഇവിടെ കൂടുതൽ ഹീറ്റ് കൊടുത്തിട്ട് കൂടുതൽ സ്ട്രോങ് ആയി ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഡിഫറൻസ് എപ്പോഴും 0 ആയി മെയിൻറ്റെയിൻ ചെയ്യാം. It is programmed, the instrument is programmed for 0 temperature difference between the sample and the reference. And the extra energy that is to be given either to the sample or to the reference. ചിലപ്പോൾ സാമ്പിളിന് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സാമ്പിളിന് എപ്പോഴാണ് കൊടുക്കുക, ഒരു എൻഡോതെർമിക് ചേഞ്ച് നടക്കുന്നെങ്കിൽ സാമ്പിളിന് കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. എന്തിന്? റെഫറൻസിന്റെ കൂടെ ടെമ്പറേച്ചർ എത്താൻ വേണ്ടി. മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്താണ്, എൻഡോതെർമിക് ആണെങ്കിൽ ഹീറ്റ് അബ്സോർബിംഗ് പ്രോസസ് ആണ്, ടെമ്പറേച്ചർ ലാഗിങ് ആയിരിക്കും. ആ ലാഗിങ് അനുവദിക്കാതെ കൂടുതൽ എനർജി കൊടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് റെഫറൻസിന്റെ ഒപ്പം എത്തിക്കാം. എനിക്ക് പിന്നെ എക്സോതെർമിക് ആണെങ്കിലോ, ഇത് വളരെ പെട്ടെന്ന് ചൂടായി പോകുമ്പോൾ ഇപ്പോൾ റെഫറൻസിന്റെ കൂടുതൽ എനർജി കൊടുത്തിട്ട് അതിനെ കൂടെ എത്തിക്കുക. ഇത് രണ്ടും പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. That is, the instrument is programmed in such a way that the temperature of the sample and the reference is always the same, or delta T is always 0, and the extra energy that is to be supplied either to the sample or to the reference is plotted as a function of a time or temperature. Furnace temperature or sample temperature or reference temperature അതിന് against that എന്ത് പ്ലോട്ട് ചെയ്യുക, the extra energy. And the DTA plot will look again something like this. ഇത് സാമ്പിളിന് കൊടുക്കുന്നത്, ഇത് റെഫറൻസിന് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് റെഫറൻസ്, കാരണം എക്സോതെർമിക് ആണെങ്കിൽ അത് റെഫറൻസിന് കൂടുതൽ ഹീറ്റ് കൊടുക്കണം, എൻഡോതെർമിക് ആണെങ്കിൽ സാമ്പിളിന് കൂടുതൽ ഹീറ്റ് കൊടുക്കണം. മനസ്സിലായിട്ട് പറയുന്നത്. അപ്പോഴേ ഇത് ഏതുപോലെയാണ്, DTA പോലെയാണ്. പക്ഷെ DTA ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നത്. DSCയിലോ ഡിഫറൻസ് ഇല്ലാതാക്കാൻ എന്തുമാത്രം എനർജി സപ്ലൈ ചെയ്യണം, അതാണ് ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. DSC രണ്ട് ടൈപ്പ് DSC ഉണ്ട്. One is called a heat flux DSC എന്ന് പറയും, മറ്റേത് പവർ കോമ്പൻസേറ്റഡ് DSC എന്ന്. In heat flux DSC, both the sample and the reference are heated on the same block. ഒരേ ബ്ലോക്കിലാണ് രണ്ടും ഹീറ്റ് ചെയ്യുന്നത്. Heat flux DSC.
and there will be provision for supplying extra energy either to the sample or to the reference. അപ്പോൾ ഇത് മൊത്തം ചൂടാക്കുന്ന ഇതിനെ മാത്രം ചൂടാക്കാനുള്ള വേറൊരു സംവിധാനം കൂടി ഉണ്ടായിരിക്കും. എപ്പോഴെങ്കിലും ഈ ടെമ്പറേച്ചർ തമ്മിൽ വ്യത്യാസം വരും ഉടനെ ഇത് ഓണായിട്ട് ടെമ്പറേച്ചർ സീറോ ആക്കാൻ വേണ്ടി മാത്രമുള്ള എനർജി ഈ സാമ്പിളിനോ റെഫറൻസിനോ കൊടുത്തോണ്ടിരിക്കും. ഹീറ്റ് ഫ്ലക്സ് DSC രണ്ടും ഒരേ സ്ഥലത്താണ് ചൂടാക്കുന്നത്. ഇതിലാണെങ്കിലോ in power compensated DSC the two are heated at two sides. രണ്ട് സ്ഥലത്ത് ചൂടാ. രണ്ട് തമ്മിൽ ഫർണസിൽ തന്നെ ഒരു ഇൻസ്ട്രുമെന്റ് തന്നെ രണ്ട് ഭാഗത്താണ്, ഒരു ഫർണസില്ല, ഒരേപോലെ ചൂടാക്കാണ്. And of course there will be sensors to sense any temperature difference. അപ്പോൾ ഇത് ചിലപ്പോൾ ഇതിന് ചിലപ്പോൾ ഹീറ്റ് ചെയ്യാൻ കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരും, കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഇതിന് കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അത് എക്സ്ട്രാ അല്ല, കൊടുക്കുന്ന എനർജിനെ കൂട്ടേണ്ടി വരും. മറ്റേ കൊടുക്കുന്ന രണ്ട് തുല്യമാണ്. ഇത് ഇൻ ഹീറ്റ് ഫ്ലക്സ് DSC ബോത്ത് ആർ ഹീറ്റഡ് ഇൻ സെയിം ഫർണസ് ആൻഡ് അഡീഷണൽ ഹീറ്റ് ഈസ് സപ്ലൈഡ്. ഇവിടെ അഡീഷണൽ ഇല്ല, രണ്ടിനും കൊടുക്കുവാണ്. ഇതിനോടുക്കുന്ന നമ്മൾ വ്യത്യാസം വരാത്ത ഒരേപോലെ കൊടുക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു ടെമ്പറേച്ചർ കൂടുതലുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യും, ഇവിടെ കൂടുതൽ കൊടുക്കും, ഇവിടെ കൂടുതലുണ്ടെങ്കിലോ ഇവിടെ കൂടുതൽ കൊടുക്കും. സാമ്പിൾ ആൻഡ് റെഫറൻസ്. അത് ആ ഹീറ്റിംഗ് സംവിധാനം തന്നെ കൂടുതലോ കുറച്ച് എനർജി സപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വേറെ എക്സ്റ്റേണൽ ഹീറ്റിംഗ് ഇല്ല. Got the point? There will be a heating coil or something like that, and the current is supplied. You can see that the electric power supplied may be different when there is a change in the sample. മനസ്സിലായില്ലേ? സാമ്പിൾ ചേഞ്ച് ഇല്ലാത്ത കാലത്തോളം സാമ്പിളിന് റെഫറൻസിന് ഒരേപോലെ എനർജി കൊടുക്കുന്നു. സാമ്പിളിന് എക്സോതെർമിക് ചേഞ്ച് വരുമ്പോൾ റെഫറൻസിന് കൂടുതൽ എനർജി കൊടുക്കുന്നു. സാമ്പിളിന് എൻഡോതെർമിക് ചേഞ്ച് വരുമ്പോൾ സാമ്പിളിന് കൂടുതൽ എനർജി കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന എനർജിയും നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരേ സോഴ്സിൽ നിന്നാണ്, പക്ഷേ വ്യത്യാസം ഉണ്ടോ അതാണ് പ്ലോട്ട്. അപ്പോൾ ഇതിന്റെ സംഭവം തന്നെ ഉണ്ടാവും. So in both a heat flux DSC and a power compensated DSC, the plot will be looking exactly like that. And you can see that in heat flux DSC, both the sample and reference are heated on the same block, and additional heating is required to maintain zero temperature difference. Here there is no additional heating required. The quantity of energy supplied to the sample or reference may be varied so as to maintain zero temperature difference between the sample and the reference. Okay, that is DSC. ഇതിൽ പറഞ്ഞ ഇതിന്റെ ഷേപ്പും അല്ലെങ്കിൽ എന്താണ് ഫാക്ടേഴ്സ് എഫക്റ്റിന്റെ ഷേപ്പും ആപ്ലിക്കേഷനും ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. The information obtained from DSC is almost the same as DTA, but you can see that it is more quantitative and the quantity of heat supplied is exactly measured. ഓരോ ടെമ്പറേച്ചർ ഓരോ റിയാക്ഷന്റെയും ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഇതിൽ പ്രത്യേകിച്ച് DSCയിൽ അത് എത്ര എനർജി കൊടുത്തു എന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവ്, ഇത്ര കലോറീസ് അല്ലെങ്കിൽ ഇത്ര പവർ, ഇത്ര വാട്ട്, ഇത്ര മൈക്രോ വാട്ടോ എന്തെങ്കിൽ അത് മനസ്സിലായി എത്ര കൊടുക്കേണ്ടി വരും. വളരെ കുറച്ച് വാട്ടിന്റെ ഒരു മില്ലി വാട്ടോ മൈക്രോ വാട്ടോ ഒക്കെ എത്ര കൊടുത്ത് അത് കൃത്യമായിട്ട് മെഷർ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഹീറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ചസ് ഒക്കെ അസെർട്ടൈൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു വ്യത്യാസം, ഇത് DTAയും DSCയും തമ്മിലുള്ളത്, ഞാൻ പറഞ്ഞ DTA സേസ് ഒരുപോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. DSCയിൽ വെച്ച് നമുക്ക് സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻസ് can be detected, which is not possible in DTA. DTA നടക്കാത്തൊരു കാര്യമാണ്. ഫേസ് ട്രാൻസിഷൻ നടക്കും, പക്ഷേ ഫസ്റ്റ് ഓർഡർ മാത്രമേ ഇതിന് DTA കാണും. സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്താ സംഭവം അറിയോ? സെക്കൻഡ് ഓർഡർ ഫേസ് എക്സാമ്പിൾ ഗ്ലാസ് ട്രാൻസിഷൻ. ഗ്ലാസ് പോളിമേഴ്സിന്റെ ഒക്കെ ഗ്ലാസ് ട്രാൻസിഷൻ നമ്പർ ഒക്കെ എടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പോളിമറിന്റെ. ഈ ട്രാൻസിഷൻ നടക്കും. അതിന് എന്തില്ല, ലേറ്റന്റ് ഹീറ്റ് ഇല്ല, മനസ്സിലായില്ലേ? പക്ഷേ ഗ്ലാസ് ട്രാൻസിഷന് മുമ്പേയും ശേഷവും എൻ്റെ സ്പെസിഫിക് ഹീറ്റിൽ വ്യത്യാസം വരും. Got the point? Before the glass transition temperature and after the glass transition, there will be a difference. അപ്പോൾ സാധനങ്ങൾ you can see that ഗ്ലാസ് ട്രാൻസിഷനെക്കാളും വേറൊരു സാധനം ഉണ്ടായിരുന്നു, പോളിമേഴ്സിന്റെ പേര് മറന്നുപോയി. Anyway, see that second order phase transitions. Liquid crystals, അതാണ് കൂടുതൽ liquid crystals. Liquid crystal is solid. Liquid ഈ ഭാഗമാണ് liquid crystal. ഈ ട്രാൻസിഷൻ, ഇവിടെയുള്ള ട്രാൻസിഷൻ ഒക്കെ that can be ascertained correctly from DSC. That is second order phase transitions are detectable in DSC. It is not possible in DTA. DSC is more quantitative compared to DTA. The energy measured is more exact.
the quantity of sample required is less in DSC compared to DTA. ഇങ്ങനൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ ഏകദേശം ഒരുപോലെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. DSC is very similar to DTA. ഓക്കെ, അപ്പോൾ അത്രയും 3 മെത്തേഡാണ് നമുക്കുള്ളത്. അതിൽ തെർമോഗ്രാമെട്രിക് അനാലിസിസ്, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് ആൻഡ് ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി. ഇനി വേറൊരു കാര്യം കൂടി, അതിൽ 4ാമതൊരു മെത്തേഡ് ഉണ്ട്. That is what is called a thermometric titrations. Thermometric titrations. എന്താണ്? That is a titration method. തെർമോമെട്രിക് നമ്മൾ നേരത്തെ കണ്ട തെർമൽ മെത്തേഡ് ഓഫ് അനാലിസിസിൽ ഇവിടെ സാമ്പിൾ ഹീറ്റ് ചെയ്യുക കൂടിയൊക്കെ ചെയ്യുമ്പോഴാണ് സംഭവം നടക്കുന്നത്. പക്ഷെ ഇവിടെ ഹീറ്റിംഗ് കൂടിങ് ഒന്നുമില്ല. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ടൈട്രേഷൻ. പിന്നെ ടൈട്രേഷൻ, വാട്ടർ ടൈട്രേഷൻ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. എന്താണ്? ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻസ്, റിഡോക്സ് ടൈട്രേഷൻസ്, precipitation titrations പറഞ്ഞിട്ട് there are a variety of titrations. All these involve some chemical reaction, അല്ലേ? ഫോർ എക്സാമ്പിൾ ഏറ്റവും പരിചിതമായ ടൈട്രേഷൻ മെത്തേഡ് എന്താണ്? That is a neutralization. or acid base, നമുക്കറിയാം acid base titrations. And in all acid base titrations the reaction is between an acid and a base to form water. Normal case H plus plus OH minus giving H2O. And this is a exothermic reaction. So all neutralization reactions are exothermic reactions. That is when acid reacts with the base, a small quantity of heat is evolved. And the quantity of heat evolved may cause a slight increase in the temperature of the reaction medium or the reaction mixture. That is, if you add traditionally you are taking the base in the gonal flask and you are adding the acid from the burette, and when these two react, the neutralization takes place and a little heat is evolved, and this heat causes a rise in the temperature of the reaction mixture. ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് നമുക്കത് സാധാരണഗതിയിൽ ഫീൽ ചെയ്യാനൊന്നും പറ്റില്ല. ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? You take a strong alkali and add some strong acid to it. Be careful, that is dangerous. Anyway, if you add it and stir well, you can see from the outer surface of the gonal flask, you see that there is heat. നല്ല ഹീറ്റ് കാണാൻ പറ്റുന്നു. കുറച്ച് സ്ട്രോങ് ആൽക്കലിയിൽ കുറച്ച് സ്ട്രോങ് ആസിഡ് ഒഴിക്കുമ്പോൾ ഡേഞ്ചറസ് ആണ്, ശ്രദ്ധിക്കുക. അങ്ങനെ ഒഴിച്ച് അപകടം ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പുറത്ത് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ഒരുപാട് ആസിഡ് ഒരുപാട് ബേസുകളുണ്ടാകും. അതേസമയത്ത് നമ്മൾ 0.1 നോർമൽ ഉണ്ടാവും. 0.1 നോർമൽ ബേസിലേക്ക് 0.1 നോർമൽ ആസിഡ് ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റർ ചെയ്ത് നോക്കിയാൽ ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. അവിടെയും ഒരു ചെറിയ റൈസ് ഉണ്ടാവണം. കാരണം എന്താണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്, അതിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അവിടെ ഒരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും. എന്തിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത്? റിയാക്ഷൻ മിക്സ്ചർ. And it may immediately exchange the heat with the surroundings. Surroundings ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ പലപ്പോഴും ഫീൽ ചെയ്യാൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ സറൗണ്ടിങ്സ് ആയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യാതെ ആ ഹീറ്റിനെ പിടിച്ചതിൽ തന്നെ നിർത്തുകയാണെങ്കിൽ ഒരു ചെറിയ ഇൻക്രീസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴേ ശ്രദ്ധിക്കുക, നമ്മൾ അതിലേക്ക് ബേസിലേക്ക് ആസിഡ് ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഓരോ തുള്ളി ബേസ് അല്ലെങ്കിൽ ആസിഡ് അതിലേക്ക് വീഴുമ്പോഴും എന്ത് സംഭവിക്കും? കുറച്ച് ഹീറ്റ് ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും, ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും. എത്ര വരെ? എൻ പോയിന്റ് വരെ. എൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്താണ്? പിന്നെ അതിന്റെ റിയാക്ഷൻ ഇല്ല. പിന്നെ നമ്മൾ വെറുതെ ആസിഡ് അതിലേക്ക് ഒഴിക്കും, വെള്ളത്തിൽ ആസിഡ് ഒഴിക്കുമ്പോൾ എന്താണ്? ദാറ്റ് മീൻസ് ഇഫ് യു ഹാവ് എ ഡിവൈസ് ഫോർ measuring the temperature accurately up to say 0.0001 degree or 0.001, ഒരു 1/10,000 of a degree ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. You can see that there is a continuous rise in temperature up to the end point, and beyond the end point there will not be any